നമസ്കാരം, വെൽക്കം ടു വിന്നേഴ്സ് ആൻഡ് ടെക് ക്ലാസ്സസ്. നമ്മൾ കേരള PSCയിൽ പുതിയ കൺഫർമേഷൻ വന്ന കൂട്ടത്തിൽ കമ്പ്യൂട്ടർ സയൻസ് ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള അസിസ്റ്റന്റ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർ കേരള വാട്ടർ അതോറിറ്റിയിലുള്ള പോസ്റ്റാണ്. കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ഡിസംബർ 30-ാം തീയതിയാണ് അതിന്റെ എക്സാം വന്നിരിക്കുന്നത്. നിങ്ങൾ പ്രോഗ്രാമർ എക്സാം അപ്ലൈ ചെയ്തവരാണെങ്കിൽ അല്ലെങ്കിൽ പ്രോഗ്രാമർ പോലുള്ള എക്സാമുകൾ HSST കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള എക്സാമുകളൊക്കെ പ്രിപ്പയർ ചെയ്ത് വന്നവരാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഈ എക്സാം അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ കൺഫർമേഷൻ നമ്മുടെ പ്രൊഫൈലിൽ ആക്റ്റീവ് ആണ്. നിങ്ങൾ ലേറ്റ് ആവാതെ തന്നെ കൺഫർമേഷൻ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഡിസംബർ 30-നാണ് എക്സാം വരുന്നത്. അതായത് ഇന്നിപ്പം ഒക്ടോബർ 5 അല്ലെങ്കിൽ 6-ാം തീയതി ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 85 ദിവസം അല്ലെങ്കിൽ 80 ദിവസമെങ്കിലും മിനിമം നമുക്ക് പഠിക്കാൻ വേണ്ടി കിട്ടുന്നതായിരിക്കും അല്ലെ. അപ്പോൾ നമ്മൾ വിന്നേഴ്സ് അക്കാഡമിയിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്, ഒരു ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അസിസ്റ്റന്റ് ഡേറ്റാബേസ് അഡ്മിനിസ്ട്രേറ്റർക്ക് വേണ്ടിയുള്ള സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഒരു കോഴ്സ് ആയിരിക്കും നമ്മുടെ ആപ്പിൽ ഉണ്ടാവുക. നമുക്ക് ഈ കോഴ്സ് വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന പ്രീ റെക്കോർഡ് സെഷൻസ് ഉണ്ടാവും. ഈ നോട്ട്സ് നമ്മുടെ ആപ്പിൽ ഉണ്ടാവും. അതുപോലെ ടെസ്റ്റ് സീരീസ് ഉണ്ടാവും, മോഡൽ എക്സാം ഉണ്ടാവും, അതുപോലെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻസ് ഉണ്ടാവും, മെന്റർ സപ്പോർട്ട് ഉണ്ടാവും. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ മെന്റേഴ്സോട്ട് കോൺടാക്ട് ചെയ്ത് ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും. സോ ഈ എക്സാമിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രോഗ്രാമർ എക്സാമിന്റെ അതേ സിലബസ് തന്നെയാണ്. നിങ്ങൾ നേരത്തെ പ്രോഗ്രാമർ എക്സാം ഒക്കെ എഴുതിയിട്ടുള്ളവരാണെങ്കിൽ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ പ്രോഗ്രാമർ എക്സാമിന്റെ സിലബസ് തന്നെയാണ്. പ്രോഗ്രാമർ എക്സാം ഒരു 2-3 എക്സാം വിളിച്ചിട്ടുണ്ടായിരുന്നു, അതിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടില്ല. സോ നിങ്ങൾ ഇത് എക്സാമിന് പഠിച്ചു തുടങ്ങുമ്പോൾ ഇതിന്റെ വേക്കൻസി ഉണ്ടെന്ന് നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടല്ലോ, വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇനി മുന്നോട്ട് വരുന്ന പ്രോഗ്രാമർ എക്സാമുകൾക്കെല്ലാം തന്നെ അത് വളരെ ഉപകാരമായിരിക്കും. കാര്യം ഒരു 75 ഡേയ്സ് അല്ലെങ്കിൽ 80 ഡേയ്സ് നമ്മൾ കംപ്ലീറ്റ് പോർഷൻസ് പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അടുത്ത അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന പ്രോഗ്രാമർ എക്സാം എന്തായാലും നെക്സ്റ്റ് വർഷം ആദ്യത്തെ സ്ലോട്ടുകളിലൊക്കെ തന്നെ മിക്കവാറും കാണാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഒരു ജനുവരി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലൊക്കെ വേണമെങ്കിൽ ആ എക്സാംസ് ഒക്കെ വരാം. അപ്പോൾ നിങ്ങൾ ഏകദേശം സെറ്റായി നിൽക്കുവാണ്. വീണ്ടും ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാമർ എക്സാമിനും എയിം ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ എക്സാം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതായിരിക്കും. സോ നമുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് പ്രീ റെക്കോർഡ് സെഷൻസ് ഉണ്ടാവും, ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാവും. ഓരോ ടോപ്പിക്കിന്റെ ഓരോ ആഴ്ച പഠിക്കുന്ന ടോപ്പിക്കുകൾ നമ്മൾ പറയും. അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എക്സാംസ് ഓൾറെഡി നമ്മുടെ ആപ്പിൽ തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. പുതിയ ക്വസ്റ്റ്യൻസ് വീണ്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. അങ്ങനെ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ചായിരിക്കും നമ്മളൊരു 80 ഡേയ്സ് പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ നമ്മളോടൊപ്പം ചേർന്ന് പഠിക്കാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ വിന്നേഴ്സ് എഡ്യൂടെക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ നിങ്ങൾ ക്ലാസ്സിൽ കാണാൻ വേണ്ടി പറ്റും. കൂടാതെ തന്നെ മറ്റൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ആയി മാറിയിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ആപ്പ് ഒന്ന് പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് വിന്നേഴ്സ് എഡ്യൂടെക് എന്ന് പറയുന്ന ആപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. പുതിയൊരു ഇന്റർഫേസിലോട്ട് നമ്മുടെ ആപ്പ് മാറിയിട്ടുണ്ട്. സോ അതിനകത്ത് തന്നെ കൃത്യമായിട്ട് ക്ലാസ്സുകളെല്ലാം കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡെമോ സെഷൻസും കാര്യങ്ങളും എല്ലാം തന്നെ നമ്മുടെ ആപ്പിലുണ്ട്. സോ മറ്റൊരു വീഡിയോയിൽ കാണാം. തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.